ബോർഡർ 2 എന്നുള്ള സിനിമ കാണാനായിട്ട് PVR ഫോറം മോൾ എത്തിയിരിക്കുകയാണ്. സ്ക്രീൻ 5-ലായിരുന്നു ഈ സിനിമ പ്ലേ ചെയ്തിരുന്നത്. സ്ക്രീൻ 5 2K ലേസർ പ്ലസ് 7.1 ആണ്. യുദ്ധം എന്ന് പറയുന്നത് വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു ആക്ഷൻ സിനിമ കാണുന്ന മൂഡിലായിരിക്കില്ല നമ്മൾ ഒരു വാർ ഫിലിം കാണുന്നത്. വാർ ഫിലിമിലുള്ള ആക്ഷൻ സീക്വൻസുകളെല്ലാം കണ്ടിട്ട് വാവ് ഫാക്ടറിനേക്കാളും നമുക്ക് എപ്പോഴും യുദ്ധം നൽകുന്ന ഭീകരത, യുദ്ധം എന്നൊരു സംഗതി ഇനി ഈ ലോകത്ത് തന്നെ വേണ്ട എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും ഒരു നല്ല യുദ്ധ സിനിമകൾ തരുന്നത്. ബോർഡർ, അതായത് ബോർഡറിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, നീ ഒരു സോൾജിയറാണ്, ഞാനും ഒരു സോൾജിയറാണ്, നീ നിന്റെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നു, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നു. ഈ പോരാട്ടത്തിനിടയിൽ മരണമാണെങ്കിൽ പോലും അത് ധൈര്യത്തോടെ നേരിടുന്ന ഒരു സോൾജിയർ. അത് പാകിസ്ഥാൻ പട്ടാളക്കാരനാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ പട്ടാളക്കാരനാണെന്നുണ്ടെങ്കിലും ആ രീതിയിലാണ് ബോർഡർ 1-ന്റെ കഥ പോകുന്നത്. ഇനി ബോർഡർ 2-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സണ്ണി ഡിയോളിന്റെ ഇതിനു മുമ്പ് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടുള്ള ഗദർ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ഈ ഗദർ എന്നുള്ള സിനിമ, ഗദർ 2, ഗദറൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ഒരു മാർഗം എന്നുള്ള പോലെ ഈ പാകിസ്ഥാൻ പട്ടാളത്തിൽ മുഴുവൻ പട്ടാളക്കാരെക്കാൾ കൂടുതൽ ടെററിസ്റ്റുകളാണ്. ഈ ടെററിസ്റ്റുകൾ ഇന്ത്യയെ നശിപ്പിക്കാൻ നോക്കുന്നു, അത് മുഴുവൻ നമ്മളൊക്കെ അടിച്ച് തൂഫാനാക്കുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു നരേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സക്സസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പോൾ നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു ഫോർമുലയാണ്. പക്ഷേ ബോർഡർ 2 എന്ന് പറയുന്ന സിനിമ ആ രീതിയിലേക്ക് പോയിട്ടില്ല. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടയിൽ നടക്കുന്നതാണെന്നുണ്ടെങ്കിലും ജിങ്കോയിസം എന്ന് പറയുന്ന ഒരു ബോർഡർ ഉണ്ട്. ആ ബോർഡർ ക്രോസ് ചെയ്യാതെ പാട്രിയോട്ടിസത്തിൽ നിന്ന് കഥ പറയുന്ന ഒരു സിനിമയാണ് ബോർഡർ 2. ഈ ബോർഡർ 2 എന്നുള്ള സിനിമ 3.5 മണിക്കൂറുണ്ട്. നമ്മളിപ്പോൾ മൾട്ടിപ്ലക്സിലേക്കാണ് സിനിമ കാണാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് നമുക്ക് 4 മണിക്കൂറാണ്. ഈ ഒരുപാട് സിനിമകളെല്ലാം ദുരന്തർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് 3.5 മണിക്കൂറാണ്. ഇനി അങ്ങോട്ടേക്ക് 3.5 മണിക്കൂർ സിനിമകളാണ് കൂടുതൽ വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. ദുരന്തറിന് മുമ്പാണെങ്കിലും ആനിമൽ ആണെങ്കിലും പുഷ്പ ആണെങ്കിലും ഇതെല്ലാം ഭയങ്കര ഡ്യൂറേഷൻ കൂടിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ ബോർഡർ 2-ന്റെ ഡ്യൂറേഷൻ കൂടാനുള്ള കാരണം ഈ സിനിമയിൽ 4 ഹീറോയാണ്. ഒന്ന് സണ്ണി ഡിയോളാണ്, ഒന്ന് വരുൺ ധവനാണ്, ഒന്ന് അഹാൻ ഷെട്ടി, സുനിൽ ഷെട്ടിയുടെ മകനാണ്, പിന്നെ ദിൽജിത് ദൊസാഞ്ചാണ് ഉള്ളത്. അപ്പൊ ഈ 4 പേരുടെ കഥയാണ്. ഇതിനകത്തൊരു ഇന്റർവൽ പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 മണിക്കൂറാണ്. ഈ 1.5 മണിക്കൂറിൽ ഈ 4 പേരുടെയും ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരിതാണ്. അതിനകത്ത് സണ്ണി ഡിയോളിന് ഒരു മകനുണ്ട്, മകൻ പട്ടാളത്തിൽ ചേരാൻ വേണ്ടി പോകുന്നു, മോനാ സിംഗ് ഭാര്യയാണ്, ആ രീതിയിൽ പോകുന്നു. പിന്നെ വരുൺ ധവൻ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ച ആളാണ്, അതായത് 7 വയസ്സെന്തോ. അപ്പൊ ഈ സിനിമയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1971 ഒക്കെയാണല്ലോ. 71 നിലവിൽ നിന്നാണ് ബാലവിവാഹം വരുന്നത്. പക്ഷെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഇതുവരെ ഭാര്യയുടെ മുഖം പോലും കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു ട്രാക്ക്, വരുൺ ധവൻ ഭാര്യയെ കാണാൻ പോകുന്നത്, അങ്ങനെയുള്ളൊരു ട്രാക്ക് പോകുന്നുണ്ട്. പിന്നെ ദിൽജിത് ദൊസാഞ്ചിന്റെ ഒരു ട്രാക്ക് പോകുന്നുണ്ട്, പുള്ളിക്കാരന്റെയും സോനം ബാജുയുടെയും. അതുകൂടാതെ അഹാൻ ഷെട്ടി. ഈ ഒരു ട്രാക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ പോലും ഇവർ 3 പേരും, വരുൺ ധവനും അഹാൻ ഷെട്ടിയും ദിൽജിത് ദൊസാഞ്ചും തമ്മിലുള്ള ഒരു മത്സരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ ബോസായിട്ട്, അതായത് അവരുടെ സുപ്പീരിയർ ഓഫീസറായിട്ട് വരുന്നത് സണ്ണി ഡിയോൾ. അങ്ങനെ അവരുടെ ഒരു അക്കാഡമിയിലുള്ള ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്ച്വലി ഈ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ കുറച്ച് കോമഡി, കുറച്ച് റൊമാൻസ്, ആ രീതിയിലൊക്കെയാണ് ഇതിന്റെ ഏകദേശം ഫസ്റ്റ് അവർ പോകുന്നത്. ആദ്യത്തെ 1 മണിക്കൂറോടെ ഇങ്ങനെയാണ്. നമ്മളൊരു ബോർഡർ എന്നുള്ള സിനിമേനേക്കാളും ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇന്റർവെൽ എന്ന് വരുമ്പോഴാണ് ഈ യുദ്ധം എന്ന് പറയുന്ന സംഗതി, അത് യുദ്ധം പാകിസ്ഥാനായിട്ട് വാർ ഡിക്ലെയർ ചെയ്തതിനു ശേഷമുള്ള രംഗങ്ങളാണ് വരുന്നത്. പിന്നീട് ഇതിന്റെ 2-ാമത്തെ മണിക്കൂർ, അതിനൊക്കെ വരുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാ സംഗതികളും ഇതിനകത്ത് നടന്നു കഴിഞ്ഞു. അതായത് ഇതിനകത്ത് നമുക്കറിയാം യുദ്ധമാണ്. ബോർഡർ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, അത് ചില ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന വീരമൃത്യു വരിക്കാൻ വേണ്ടിയുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് മരിച്ചു കഴിഞ്ഞ് പിന്നീട് 1 മണിക്കൂർ ഈ സിനിമ പോകുന്നുണ്ട്. അത് മുഴുവൻ യുദ്ധമാണ്. അപ്പൊ യുദ്ധത്തിന്റെ സീക്വൻസുകൾ നമുക്കിപ്പോൾ ഇതിൽ സിഖ് റെജിമെന്റ് കാണിക്കുന്നുണ്ട്, പിന്നെ എയർഫോഴ്സ് ഉണ്ട്, പിന്നെ നേവി ഉണ്ട്. അപ്പൊ ഈ 3, ഭൂമിയിൽ നിന്നുള്ള യുദ്ധം, ആകാശത്തിൽ നിന്നുള്ള യുദ്ധം, വെള്ളത്തിൽ നിന്നുള്ള, ജലത്തിൽ നിന്നുള്ള യുദ്ധം, ഈ രീതിയിലാണ് 3 സീക്വൻസുകൾ വരുന്നത്. ഇതിനകത്ത് VFX-ന്റെ അതിപ്രസരം കാരണം നമുക്ക് ഈ ഫൈറ്റർ ജെറ്റിന്റെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ അത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല വരുന്നത്. അതായത് VFX-ഉം കാര്യങ്ങളൊക്കെ അത്ര പോരായ്മ അതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് നേവി ഒരു കടലിൽ വെച്ചുള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ ആ കടലിൽ വെച്ചുള്ള യുദ്ധത്തിനാണെങ്കിലും VFX-ന്റെ പോരായ്മകളൊക്കെ ഉണ്ട്. ഈ VFX-ന്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് തീരെ ബോറിംഗ് ആയിട്ടുള്ള, തീരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്നില്ല. പിന്നെ സണ്ണി ഡിയോളിന്റെയും വരുൺ ധവന്റെയും പോർഷനാണ്. അവരാണ് ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആളുകൾ. ഈ ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഈ സണ്ണി ഡിയോളിനെ ആണെന്നുണ്ടെങ്കിലും ഒരു ഗ്രാനേഡ് എടുത്തെറിയുക, ഗ്രാനേഡിന്റെ പിന്ന് ഊരിയിട്ടുണ്ടാവില്ല. അപ്പൊ ഗ്രാനേഡ് വീണത് കണ്ടിട്ട് ആൾക്കാർ ഇറങ്ങി ഓടുമ്പോൾ പുള്ളി ഓടിക്കയറുന്നു, അങ്ങനെ ജീപ്പിലേക്ക് കയറുന്ന കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറച്ച് ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ പുള്ളി ഒരു ഭയങ്കര മാനുഷികനായിട്ട് കാണിക്കുന്ന കുറച്ച് സീക്വൻസുകളാണ് ഈ യുദ്ധത്തിൽ കൂടുതലായിട്ടും ഉള്ളൂ. അപ്പൊ അതിനകത്ത് മൈൻഡ് പൊട്ടിത്തെറിച്ചാൽ ഇപ്പൊ ഈ പുള്ളിയുടെ തൊട്ടടുത്ത് നിന്നാണ് ഓരോ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരാളുടെ തൊട്ടടുത്ത് ഒരാളെ ചേർത്ത് നിർത്തി അയാളുടെ ആ ഗ്രാനേഡിനെ പിന്നെ വലിച്ചൂരി പുള്ളി അപ്പം തന്നെ ചാടുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് അൺബിലീവബിൾ ആയിട്ടുള്ള, അതായത് സണ്ണി പാജിക്ക് മാത്രം
സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സീക്വൻസിൽ വരുന്നുണ്ട്. അതൊക്കെ കുറച്ച് കല്ലുകളിയായിട്ട് വരുന്നുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ 3.5 മണിക്കൂർ ഈ പടത്തിൽ ആദ്യത്തെ ആ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന, ഇവരുടെ ലവ് ലൈഫ് കാണിക്കുന്ന, ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് ഡീപ്പായിട്ട് കാണിക്കുന്ന ഫസ്റ്റ് അവർ ഉണ്ടല്ലോ, ഫസ്റ്റ് അവർ ആക്ച്വലി നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. സെക്കൻഡ് അവറിലേക്ക് വരുമ്പോഴേക്കും അത് ഓഫ് കോഴ്സ് യുദ്ധത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി, പിന്നെ അതിനകത്ത് മാത്യൂസ് അവരുടെ വാലർ ആ രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അവസാനത്തെ ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത് പ്യൂർലി യുദ്ധം തന്നെ, അടി ഇടി വെടി പുക എന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്ത്, അതായത് ക്ലൈമാക്സ് പോർഷൻസ് ആണെങ്കിലും പിന്നെ ആ ഒരു ഫൈനൽ ആക്ട്, ക്ലൈമാക്സ്, ഈ കാര്യങ്ങളൊക്കെ വളരെ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്ന കുറേ സംഗതികളുണ്ടായിരുന്നു. അതിനകത്തൊരു കോർ ഇമോഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ കോർ ഇമോഷൻ അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്ന ക്യാരക്ടേഴ്സൊക്കെ ഫൈനൽ ആക്ടിന് മുമ്പ് തന്നെ അവരുടെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞു. പിന്നീട് അവിടേക്കുള്ള പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ വരുന്നു, അതൊന്നും അത്ര എഫക്റ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ പോലും ഈ സിനിമ കൊണ്ട് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ ഭീകരതയാണ്. യുദ്ധം എന്ന് പറയുന്ന ഒരു സംഗതി, അത് ഏത് രാജ്യങ്ങൾ ആരൊക്കെയാണെന്നുണ്ടെങ്കിലും അതിന് നടക്കരുത് എന്നുള്ളതാണ്. പിന്നെ ജിങ്കോയിസം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും പോവാതെ പാട്രിയോട്ടിസത്തിൽ നിന്നാണ് നിൽക്കുന്നത്. ഇതിന്റെ ഫൈനൽ ആക്ടും ക്ലൈമാക്സും ഒക്കെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും തിയേറ്ററിൽ ആക്ച്വലി നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്, ടാർഗറ്റ് ഓഡിയൻസിന് ഈ പടം വർക്ക് ആയതുകൊണ്ടാവാം നോർത്ത് ഇന്ത്യയിലേക്ക് നല്ല രീതിയിൽ ഹിറ്റാണ് ഈ പടം. കാരണം ഇത്രയും ദിവസം കൊണ്ട് തന്നെ വലിയ കളക്ഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ജിങ്കോയിസും അല്ല, ഇതൊരു പ്രോപ്പറായിട്ട് ഒരു ആന്റി വാർ സിനിമ എടുക്കേണ്ട ആ പ്രോപ്പർ സ്കെച്ചിൽ തന്നെയാണ് ഈ പടം എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മേന്മ, അതിൻ്റെ ഒരു ഗുണം പടത്തിനുണ്ട്. പിന്നെ ഇതിനെ ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ VFXന്റെ കുറവുകളും നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്, സൗണ്ട് മിക്സിങ് കൊടുത്തിരിക്കുന്നത്, പാട്ടുകൾ പഴയ റീമിക്സ് പാട്ടുകളൊക്കെ ഗംഭീരമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ടെക്നിക്കലി കുറവുകളൊന്നും പറയാനില്ല. പിന്നെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, സണ്ണി ഡിയോൾ എപ്പോഴും വളരെ ലൗഡായിട്ടുള്ള ആ രീതിയിലുള്ള ക്യാരക്ടറാണ്. പുള്ളി ഇതിനകത്തും അങ്ങനെയൊക്കെ തന്നെയാണ്, തൊള്ള ഉറന്ന് സംസാരിക്കുന്ന ആ രീതിയിലുള്ളതാണ്. വരുൺ ധവൻ ഒരുപാട് ട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ടിന്റെ ഇതിൽ. പക്ഷെ പുള്ളി ഈ പടത്തിൽ നീറ്റായിരുന്നു, പുള്ളി നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ദിൽജിത്ത് ദോസാഞ്ച് ഉണ്ടായിരുന്നു, പുള്ളി എല്ലാ സിനിമകളിലൊക്കെ വരുന്ന പോലെ പുള്ളി ഇതിനകത്തൊരു പട്ടാളക്കാരനാണ് എന്നുള്ളൊരു ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി പുള്ളി കാണിക്കുന്ന എല്ലാ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അഹാൻ ഷെട്ടി ആണെന്നുണ്ടെങ്കിലും കൊള്ളായിരുന്നു. കാരണം പുള്ളിക്ക് അതിനകത്ത് കാര്യമായിട്ട് പടത്തിലൊന്നുമില്ല, ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കുറവുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ നിന്നത് പുള്ളിയുടെ ആ ഒരു ലാസ്റ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അതൊക്കെ ഓവർ മെലോ ഡ്രാമ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. പടത്തിൽ കുറേ കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഇന്റൻഷൻ നല്ലതായതുകൊണ്ടും പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വാർ ഫിലിം, ആന്റി വാർ എന്നുള്ള രീതിയിൽ യുദ്ധം വേണ്ട എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന, ജിങ്കോയിസം ഒന്നും ഇല്ലാത്ത പ്രോപ്പറായിട്ടുള്ളൊരു പടമായതുകൊണ്ടും ആ ഒരു മേന്മകളൊക്കെ ഈ പടത്തിൽ ഉള്ളത് കൊണ്ട് എനിക്കിതൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ട് മാറിയാണ്. കാരണം ഈ 3.5 മണിക്കൂർ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലൊന്നും ഈ സിനിമ നൽകുന്നില്ല.